നമസ്കാരം, പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം. വീണ്ടും മലയാളി പ്രവാസികൾക്ക് ഏറെ വിഷമമുണ്ടാക്കുന്ന ഒരു വാർത്തയാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. പ്രവാസ ലോകത്തു നിന്നും നാട്ടിലേക്ക് മടങ്ങുന്നതിനിടെ മലയാളിയായ യുവാവ് വിമാനത്തിൽ വെച്ച് മരിച്ചിരിക്കുകയാണ്. പത്തനാപുരം സ്വദേശി കോശി തോമസ് ആണ് ഇത്തരത്തിൽ മരിച്ചത്. ആ വാർത്തയിലേക്ക്. യുഎഇയിൽ നിന്ന് നാട്ടിലേക്കുള്ള യാത്രക്കിടെയാണ് മലയാളി മരിച്ചത്. ഷാർജയിൽ നിന്നും തിരുവനന്തപുരത്തേക്കുള്ള വിമാനയാത്രക്കിടെ പത്തനാപുരം കുന്നിക്കോട് രാവണീശ്വരം കോണിയാട്ടുവിളയിൽ കോശി തോമസ് ആണ് ഇത്തരത്തിൽ മരിച്ചത്. ഹൃദയാഘാതമാണ് മരണത്തിന് കാരണം. ദേഹാസ്വാസ്ഥ്യം ഉണ്ടായിരുന്നതിനെ തുടർന്ന് വിമാനം മസ്കറ്റിൽ അടിയന്തരമായി ഇറക്കിയെങ്കിലും ഇദ്ദേഹത്തെ രക്ഷിക്കാൻ ആയില്ല. സംസ്കാരം പിന്നീട് നടക്കുമെന്നാണ് ഇപ്പോൾ അറിയാൻ കഴിയുന്നത്. ഭാര്യ ബിജി തോമസ്, മക്കൾ അലീന, അതുല്യ, അഹ്റോൻ എന്നിവരാണ്. മുമ്പും റാസൽ ഖൈമയിലെ പള്ളിയിൽ സംസ്കാരത്തിനായി അംഗശുദ്ധി വരുന്നതിനിടെ യുവാവ് ഹൃദയാഘാതം മൂലം മരിച്ചിരുന്നു. മേൽമുറി മുട്ടിപ്പാടി ചാർലിൽ പരേതനായ മുഹമ്മദ് കുട്ടി ഹാജിയുടെ മകൻ ഹബീബ് റഹ്മാൻ എന്ന 42 വയസ്സുകാരനാണ് അന്ന് മരിച്ചത്. വെള്ളിയാഴ്ച രാത്രി 7:30 മരണം. മൃതദേഹം നാട്ടിലെത്തിച്ച് ആലത്തൂർപ്പാടി ജുമാ മസ്ജിദിൽ കബറടക്കി. കുറച്ചു നാളുകൾക്ക് മുമ്പും യുഎഇയിലുണ്ടായ ഒരു വാഹനാപകടത്തിൽ ഒരു മലയാളി മരിച്ചിരുന്നു. വാളാഞ്ചേരി സ്വദേശിയായ സ്വാഹിദ് എന്ന 26-കാരനാണ് അന്ന് മരിച്ചത്. അബുദാബിയിൽ നിന്ന് അലൈനിലേക്കുള്ള യാത്രയ്ക്കിടെ അപകടത്തിൽപ്പെട്ടാണ് ഇദ്ദേഹം മരിച്ചത്. വാഹനം ഓടിച്ചിരുന്ന ഈജിപ്ഷ്യൻ പൗരനടക്കം 3 പേർക്ക് അന്ന് പരിക്കേൽക്കുകയും ചെയ്തിരുന്നു. രാവിലെ ജോലി കഴിഞ്ഞ് മടങ്ങി പോകുമ്പോഴായിരുന്നു ഈ അപകടം. സന്ദർശന വിസയിൽ യുഎഇയിലെത്തിയ സ്വാലിഹിന് ഏതാനും ദിവസങ്ങൾക്ക് മുമ്പാണ് ജോലി ലഭിച്ചത്. പിതാവിന്റെ മരണം കഴിഞ്ഞ 40-ാം നാളിൽ ആകസ്മികമായി ഉണ്ടായ അപകടത്തിലാണ് സ്വാലിഹിന്റെയും വേർപാട്. മൃതദേഹം നാട്ടിലെത്തിച്ച് അന്ന് സംസ്കരിച്ചിരുന്നു. അന്നും പ്രവാസികളായ മലയാളികൾ ഏറെ ദുഃഖിച്ചിരുന്നു. ന്യൂസ് ഡെസ്ക്, പ്രവാസി മലയാളി.